ഓക്കെ. കേൾക്കണില്ലേ? ആ കേൾക്കണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ് കേട്ടോ എടുക്കണത്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നോട്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ പരീക്ഷയ്ക്കും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഡിഗ്രി ലെവൽ ആയാലും അതേപോലെ തന്നെ 10th ലെവൽ ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് തുടക്കം തൊട്ട് കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക കേട്ടോ. ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഓക്കെ, ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. പിന്നെ ഈ ഭരണഘടന നമ്മൾ ആദ്യം ഭരണഘടന തുടങ്ങാൻ കാരണം ക്യാബിനറ്റ് മിഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്താണ്, ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു സംഭവമാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മള് ഈ പറഞ്ഞ ഭരണഘടന ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഭരണഘടന നിർമ്മാണ സഭയൊക്കെ രൂപീകരിക്കാൻ കാരണം നമ്മുടെ ക്യാബിനറ്റ് മിഷൻ കാരണമാണ്. അപ്പൊ ക്യാബിനറ്റ് മിഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? നോട്ട് ഇപ്പൊ തന്നെ തരാട്ടോ, റെഡിയോ. ഓക്കെ, ഞാൻ മൊബൈലിൽ നിന്ന് കയറിയാണത്. ഒരു മിനിറ്റ്. ആതിര ജോസഫിനെ ഹോസ്റ്റ് ആക്കണം. അതെങ്ങനെയാ ഹോസ്റ്റ്? ഓക്കെ, നോട്ട് കാണില്ലേ? ഓക്കെ, നോട്ട് കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസ് ചെയ്ത്, ക്യാബിനറ്റ് മിഷൻ കാരണമാണ് നമ്മൾക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ ഒക്കെ രൂപീകരിക്കാനൊക്കെയുള്ള കാരണം, ബേസിക് കാരണം ഈ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണം എന്നൊക്കെ ചോദിക്കും. അതിന് കാരണമായത് ക്യാബിനറ്റ് മിഷനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ക്യാബിനറ്റ് മിഷനില് 3 ആളുകളുണ്ട് എന്നൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തപ്പോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആരൊക്കെയാ 3 ആളുകളെന്ന്? അറിയണവരൊന്ന് കമന്റ് ചെയ്തേ. ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്ന 3 ആളുകള് അതവിടെ ഇട്ടിട്ട് പോന്നാ. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പറഞ്ഞതും മറന്നുപോയാ? ആനി ബസന്റ്. ഓ, ആനി ബസന്റോ?
ക്യാബിനറ്റ് മിഷൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണം ഇത് ഈ പറഞ്ഞ ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷനിൽ 3 ആളുകൾ ഉണ്ടായിരുന്നു. ആർക്കറിയാവുന്ന ആർക്കെങ്കിലും അറിയോ? അറിയോ? നിങ്ങൾ ഇന്ന് തന്നെ പോയി നോക്കണേ. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മടി പിടിക്കും. ഓക്കെ, ഇന്ന് തന്നെ പോയി നോക്കിക്കോളൂ കേട്ടാ. അതിന്റെ ചെയർമാന്റെ പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള അംഗങ്ങളുടെ പേര് പറഞ്ഞോളൂ. നമ്മുടെ പെറ്റ്വിക് ലോറൻസ് ആയിരുന്നു ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ. ഇനി പറയാൻ പറ്റുമോ ബാക്കി 2 ആളുകൾ ആരാന്ന്? ഓർമ്മയുണ്ടോ? നമ്മുടെ ക്യാബിനറ്റ് മിഷൻ മാർച്ച് 23 കറാച്ചിയിൽ എത്തി. അത് കഴിഞ്ഞ് മാർച്ച് 24 ഡൽഹിയിൽ എത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? മറന്നു? ആർക്കും അറിയില്ല? എനിവേ, നമ്മുടെ സമയം വെറുതെ പോളൂ, നിങ്ങൾക്കൊന്നും കിട്ടണില്ല. ഓക്കെ, പെറ്റ്വിക് ലോറൻസ് ആയിരുന്നു അതിന്റെ ചെയർമാൻ. ഇനി 2 പേരും കൂടി ഉണ്ടായിരുന്നു, സ്റ്റഫോർഡ് ക്രിപ്സും അതേപോലെ തന്നെ എ.വി. അലക്സാണ്ടർ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി തൊട്ടുള്ളതൊക്കെയും പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ആണ് ഇനി നമ്മൾ ഇനി പറയാൻ പോണത്. എന്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് പറയാൻ പോണത്. അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യണ ഭരണഘടന, അതിൽ അമെന്റ്മെന്റുകളൊക്കെ വരുന്നുണ്ട്. എന്നാലും നമ്മുടെ അമെന്റ്മെന്റ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ടൈമിലൊക്കെ അമെന്റ്മെന്റുകൾ ഓരോന്നിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഈ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷനാണ്. ഈ ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് ആരൊക്കെയാണ് ആ 3 അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷൻ കാരണമാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണം. ഇനി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായിട്ടുണ്ട്. 1946 നവംബറിൽ തന്നെ ഈ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായിട്ടുണ്ട്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന തയ്യാറാക്കിയത്. ഇനി ഇതില് കുറെ ആളുകളുണ്ട്. എത്ര ആളുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിക്കും. ഇപ്പൊ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇത് വിഭജനത്തിന് മുന്നുള്ള അംഗങ്ങളുടെ എണ്ണാണ് ഈ പറയണത്. 389 അംഗങ്ങൾ ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്ന് കാണണ പോലെ ഒരു പ്രായപൂർത്തി വോട്ടവകാശം വെച്ചിട്ടല്ല ഈ പറഞ്ഞ 389 അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതൊരു പോയിന്റ് ആണ് കേട്ടോ. ഈ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഇലക്ഷൻ ഒക്കെ പോലെ 18 വയസ്സായവരെല്ലാവരും വന്ന് ഇലക്ട് ചെയ്ത് അങ്ങനെ ഇലക്ട് ചെയ്ത ആളുകളല്ല ഈ 389 അംഗങ്ങൾ. ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്, അതേപോലെ തന്നെ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും ഉണ്ട്. അപ്പൊ ഈ നമ്മൾ പറയണതാണ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അതേപോലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ. പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ അല്ല അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും ക്ലിയർ ആയോ? ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി മനസ്സിലായോ? കുറച്ച് കാര്യങ്ങള് ഇത്ര മനസ്സിലായോ? എന്താ ആർക്കൊന്നും കിട്ടണില്ല? മനസ്സിലായി? ഓക്കെ, അപ്പൊ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായത് ആര് കാരണം? ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ കാരണമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവാനായിട്ടുള്ള കാരണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്? 389. ഈ നമ്പറുകളൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇനി നമ്മൾ കുറെ നമ്പറുകൾ പഠിക്കും. ഈ നമ്പറുകളൊക്കെ ഇമ്പോർട്ടന്റ് ആ. 389 അംഗങ്ങൾ, 89 കേട്ടാ. 389 അംഗങ്ങളാണ് ഇതിന്. 389 അംഗങ്ങളായിരുന്നു ഈ പറഞ്ഞ ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. 389 അംഗങ്ങൾ.
ഇനി 1946 നവംബറിലാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത്. ആകെ അംഗങ്ങൾ 389. ഇനി ഇതിൽ ഞാൻ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും ഉണ്ടായിരുന്നു. ഇനി ഇതില് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് 296 ആയിരുന്നു. ഇതിൽ തന്നെ 292 പേര് വേറെ പ്രൊവിൻസിൽ, 4 പേര് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്നുള്ളതാണ്. തൽക്കാലം നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. 296 അംഗങ്ങളാണ്. 292+4 എന്നാണ് ഇതിന്റെ കണക്ക്. അത് പഠിച്ചില്ലെങ്കിലും 296 അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരുന്നു. ഈ പറഞ്ഞ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരുണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ 296ഉം 93ഉം കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് ആകെ അംഗങ്ങൾ 389 ആയത്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാന്ന് ചോദിച്ചാൽ അത് 296. ഇത് മുഴുവൻ പാർട്ടീഷന് മുന്നുള്ള കാര്യമാണ് കേട്ടോ പറയണേ. പാർട്ടീഷൻ കഴിയുമ്പോൾ നമ്പർ മാറും. അപ്പോ 296 ആയിരുന്നു ഭരണഘടന നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇനി ഈ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു ഇതില് 93 പേര്. അവരെ തെരഞ്ഞെടുത്തതല്ല. നമ്മളിപ്പം നമ്മുടെ രാജ്യസഭയിലേക്ക് കുറച്ച് പ്രമുഖരായ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യില്ലേ, അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് എന്താ പറയാ കുറച്ച് പ്രശസ്തിയും കാര്യപ്രാപ്തിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ തെരഞ്ഞെടുത്ത അംഗങ്ങളാണ് ഈ പറഞ്ഞ 93 പേര്. അങ്ങനെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയില് മൊത്തം അംഗങ്ങൾ 389. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ 296 പേര് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും 93 പേര് നോമിനേറ്റഡ് അംഗങ്ങളും. ഈ 93 അംഗങ്ങൾ നമ്മുടെ നാട്ടുരാജ്യത്തിൽ നിന്നുള്ളതാണ്. അതൊക്കെ ചോദിക്കൂട്ടോ. ഇനി ഇതിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാന്ന് ചോദിച്ചാൽ 296. ഇത് രണ്ടും കൂടി കൂട്ടിയ ടോട്ടൽ ആണ് ഈ പറഞ്ഞ 389 മെമ്പേഴ്സ് എന്നുള്ളത്. ഇത് ക്ലിയർ ആയോ? ആ കണക്ക് പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മുടെ പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നുള്ള അംഗങ്ങൾ എത്ര പേരുണ്ട്? പ്രിൻസിലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾ പറ, ആൻസർ പറ. പ്രിൻസിലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങൾ. ഇനി പറ, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേര് അംഗങ്ങൾ ഉണ്ടായി? 93. 93. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്ര പേരായിരുന്നു? 296. ഈ 296 നിങ്ങൾ വേണമെങ്കിൽ കൂട്ടി വയ്ക്കുക. 296ഉം 93ഉം കൂടി കൂട്ടണതാണ് ഈ മൊത്തം പറഞ്ഞ 389 എന്നുള്ള കണക്ക്. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ എണ്ണം കുറയേ വിഭജനത്തിന് ശേഷം. അത് കാരണമാണ് ഇത് ക്ലിയർ ആയില്ലേ എന്ന് ചോദിക്കണത് ഞാൻ. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇത് വിഭജനത്തിന് മുന്നുള്ള കാര്യമാണ് കേട്ടോ. ഇനി ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ പറഞ്ഞ പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞുപോയി. അതോടുകൂടി ഈ പറഞ്ഞ 389 എന്നുള്ള നമ്പർ 299 ആയി മാറി. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് 389 അംഗങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ 389 പേരില് വിഭജനത്തിന് ശേഷം ബാക്കി കുറച്ച് പേര് പിരിഞ്ഞു പോയതോടുകൂടി ബാക്കി എത്രയായി ടോട്ടല്? ഈ പറഞ്ഞ 299 അംഗങ്ങളായി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296 ഉണ്ടെന്ന്. അത് 229ആയി. 296ൽ നിന്ന് അത് 229ലേക്കായി. 93 പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നുള്ള അംഗങ്ങൾ അത് 70ആയി. അങ്ങനെ ഈ പറഞ്ഞ 70 പ്ലസ് 229 ആണ് നമുക്ക് ഈ പറഞ്ഞ 299 എന്ന നമ്പർ കിട്ടണത്. ക്ലിയർ ആയോ? ഈ പറഞ്ഞത് ക്ലിയർ ആയോ? ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട മൊത്തം ആദ്യം വിഭജനത്തിന് മുന്നേ ടോട്ടൽ നമ്പേഴ്സ് എത്ര പേരാണെന്ന് അറിയോ? 389 പേര്. വിഭജനത്തിന് മുന്നേ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം 389. ഇത് ക്ലിയർ അല്ലേ? വിഭജനത്തിന് മുമ്പ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് 389ആയി. ഇത് ക്ലിയർ അല്ലേ? ഈ പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ. വിഭജനത്തിന് മുന്നേ 389 അംഗങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു. ഈ 389 എന്ന് പറയുന്നത് 296 പ്ലസ് 93 ആണ് 389. അതായത് 296 പേര് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്,
പിന്നെ 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവര്, അങ്ങനെ മൊത്തം 389 ഇനി ഈ പറഞ്ഞ 389 ടോട്ടൽ 389 എന്നുള്ള അംഗങ്ങള് വിഭജനം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആകെ 299 389 നിന്ന് അത് എത്രയായി നമ്പർ 299 പേരായിട്ട് മാറി. ആകെ 389 എന്നുള്ളത് 299 മാറി. 299 മാറി. ഓക്കെ, അപ്പൊ ഈ 299 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296 നിന്ന് 229 കുറഞ്ഞു. അതേപോലെ തന്നെ 93 എന്നുള്ള നമ്പറിൽ നിന്ന് 70 പ്രിൻസിലി സ്റ്റേറ്റിലെ മുന്നേ 93 അംഗങ്ങൾ ഉണ്ടായിരുന്നത് വിഭജനത്തിന് ശേഷം അത് 70 മാറി. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മുൻപ് 296 പേരുണ്ടായെടുത്ത് അത് 229 പേരായിട്ട് കുറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ 229 പ്ലസ് 70 ആണ് മൊത്തം 299. വിഭജനത്തിന് ഒന്നും കിട്ടാത്തവര് വിഭജനത്തിന് ശേഷം മൊത്തം 299 പേരായി. വിഭജനത്തിന് മുന്നേ ടോട്ടൽ നമ്പേഴ്സ് 389 പേരുണ്ട്. ഇതേപോലെ ഞാൻ വേണമെങ്കിൽ ക്ലാസ് കഴിയുമ്പോ കൂട്ടി ഇട്ട് എഴുതി തരാം. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. വിഭജനത്തിന് മുന്നേ ടോട്ടൽ അംഗങ്ങൾ എത്രയായിരുന്നു? 2 പോയിന്റെങ്കിലും പഠിച്ചു വെക്കി. വിഭജനത്തിന് മുന്നേ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയില്? 396. ഒന്നും കൂടി ഒന്ന് പറയോ? എല്ലാവരും കൂടി പറയുമ്പോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടാ മതി, ചാറ്റിൽ മെസ്സേജ് ചെയ്തിട്ടാലും മതി. വിഭജനത്തിന് മുന്നേ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. 296 എന്നുള്ളത് എന്താ പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. അതായത് ഈ പറഞ്ഞ 389 തന്നെ 296 പ്ലസ് 93 ആണ് 389. ശരി തന്നെയാണ്. അപ്പൊ ഇത്രയും പഠിക്കുക. വിഭജനത്തിന് മുന്നേ എത്ര അംഗങ്ങൾ മൊത്തം ഉണ്ടായി? 389. വിഭജന ശേഷം എത്ര അംഗങ്ങൾ ഉണ്ടായി മൊത്തം? വിഭജനത്തിന് ശേഷം 299 കേട്ടോ. അതെ, ഓക്കെ. ഈ 2 പോയിന്റ് ഇല്ലേ, ഒന്നും പറ്റിയില്ലെങ്കിൽ കിട്ടാത്തവര് ഈ 2 പോയിന്റ് പഠിക്കാട്ടോ. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 389 അംഗങ്ങൾ. വിഭജന ശേഷം 389 നിന്ന് അത് 299. വിഭജനത്തിന് ശേഷം 299. വിഭജനത്തിന് മുന്നേ 389. ഈ പറഞ്ഞ 389നെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞത്. ഇതിൽ 296 പേര് തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു, 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അങ്ങനെ ടോട്ടൽ 389. വിഭജനത്തിന് ശേഷം ഈ 296 നിന്ന് കുറെ പേര് പോയി. പിന്നെ ആ നമ്പർ കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ നമ്പർ എത്ര പേര് പോയി എന്ന് പറയാത്ത. 296 എന്നുള്ള സംഖ്യ 229. 296 എന്നുള്ള സംഖ്യ 229. 93 നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ആൾക്കാര് 93 അംഗങ്ങൾ ഉണ്ടായത് അത് 70 പേരെ. അങ്ങനെ മൊത്തം 299 പേര്. ക്ലിയർ ആയോ? കുറച്ചൊക്കെ ക്ലിയർ ആയോ? ഒന്നും പഠിച്ചില്ലെങ്കിലും 389 പേര് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുന്നുണ്ടായിരുന്നു. 389 പേര്. വിഭജനം കഴിഞ്ഞപ്പോ അത് 299 ആയി. അത്രയും പഠിക്കാം. പിന്നീട് നമുക്ക് പതുക്കെ പഠിക്കാം. ഓക്കെ, വിഭജനത്തിന് മുന്നേ 389 പേര്, വിഭജനത്തിന് ശേഷം 299 പേര്. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആയോ? ആ 2 പോയിന്റ് കിട്ടിയത് അത് ക്ലിയർ ആയോ? 389 പേരുണ്ടായിരുന്നത് വിഭജനം കഴിഞ്ഞപ്പോ കുറെ പേര് പിരിഞ്ഞു പോയപ്പോ അത് 299 ആയി മാറി. ഓക്കെ, ഇനി നമ്മള് ഈ പറഞ്ഞ ഭരണഘടന ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു 389 പേര് ടോട്ടൽ ഉണ്ടായിരുന്നു വിഭജനത്തിന് മുന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 389 പേര് ടോട്ടൽ വിഭജനത്തിന് മുന്നുണ്ടായിരുന്നു എന്ന്. ഈ പറഞ്ഞ 389 പേരിൽ 17 വനിതകൾ ഉണ്ടായിരുന്നു. ഓക്കെ, രൂപീകൃതമാകുമ്പോ ഈ 389 പേരില് 17 വനിതകളെ ആകെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ നോക്കിയാൽ 389 എന്ന് പറഞ്ഞ വലിയൊരു സംഖ്യ. അതിലാകെ 17 വനിതകളെ ഉണ്ടായുള്ളൂ. ഇന്ത്യ വിഭജനത്തിന് ശേഷം അതിലെ 2 വനിതകൾ പോയി, പാകിസ്ഥാന്റെ ഭാഗമായിട്ടൊക്കെ പോയി. അങ്ങനെ മൊത്തം വനിതകളുടെ എണ്ണം 15 ആയി.
അപ്പൊ രൂപീകൃതമാവണ സമയത്ത് 17 വനിതകൾ ഉണ്ടായിരുന്നു. അതിൽ 3 മലയാളി വനിതകൾ ഉണ്ട്, അത് നമ്മളിപ്പോ പറയും. ഓക്കെ, അപ്പൊ ഈ രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 വനിതകളാണ് ഉണ്ടായത്. വിഭജന ശേഷം അത് 15 പേരായിട്ട് മാറി. ഓക്കെ, ഇനി ഇത് പറ്റിയ നിങ്ങൾ പഠിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തില് ആദ്യമായിട്ട് സമ്മേളിച്ചപ്പോ ഈ 299 എന്നുള്ള പേരില്ലേ, 299 വിഭജന ശേഷം നമ്മുടെ നമ്പർ 299 ആയില്ലോ. ഈ 299 207 പേരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നമ്മളായാലും ഒരു സ്ഥാനത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും സമ്മേളനത്തിൽ ആദ്യത്തെ സമ്മേളനത്തിലൊക്കെ പോകണം നിർബന്ധമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ 207 ഇനി എവിടെ നിന്ന് വന്നു അത് തെറ്റണ്ടെന്ന് വെച്ച് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ഇതിൽ 207 പേരാ പങ്കെടുത്ത. അതിൽ 9 പേര് വനിതകളും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിങ്ങനെ റിവൈസ് ചെയ്താലാട്ടെ ഈ നമ്പറുകൾ ഓർമ്മയിൽ വരുള്ളൂ. ഇത്രയും പറഞ്ഞ നമ്പറുകൾ ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ നമ്പറുകൾ ക്ലിയർ ആയോ? പതുക്കെ പോവാം കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് വെറുക്കും. ഓക്കെ, അപ്പൊ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം. വിഭജനത്തിന് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? വിഭജനത്തിന് മുമ്പ് 389. വിഭജനത്തിന് ശേഷം എത്ര അംഗങ്ങളുണ്ട്? 299. ഇനി വിഭജനത്തിന് മുമ്പ് എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 17. 17. വിഭജനത്തിന് ശേഷം എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 15. ഓക്കെ, ഇത്രയും നമ്പറുകൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ വേറെയും കുറെ നമ്പറുകളാണ് പഠിക്കാൻ പോണത്, അതുകൊണ്ടാണ് തെറ്റരുതെന്ന് പറയണത്. ഓക്കെ, ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മൾ പറഞ്ഞു 1946 നവംബറിലാണ് രൂപീകൃതമായെന്ന്. ആ ഡേറ്റ് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്ത ഡേറ്റ്, രൂപീകൃതമായത് 1946 ഡിസംബർ 6. ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെല്ലാ പോയിന്റ് ചോദിച്ചേക്കണത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. 1946 ഡിസംബർ 6-ാം തീയതിയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അത് കഴിഞ്ഞ് ഇതൊക്കെ രൂപീകൃതമായിട്ട് 3 ദിവസം കഴിഞ്ഞ്, അതായത് ഡിസംബർ 9-ാം തീയതി, ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മതി നിങ്ങൾ, അല്ലെങ്കിൽ ഡേറ്റ് കൺഫ്യൂഷൻ ആവും. അപ്പൊ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഒരു സമ്മേളനം ഒക്കെ കൂടിയത്. അപ്പൊ ഇതൊരു പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ ആദ്യമായിട്ട് കൂടിയത്. അപ്പൊ 1946 കുറെ ഡേറ്റുകൾ ഉണ്ട്, ഞാൻ പറയണതിന്റെ ഒപ്പം പഠിച്ചു പോവാ. 1946 ഡിസംബർ 6-ാം തീയതിയാണ് എന്ത്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-ന് രൂപീകൃതമായി. ഇനി അതൊക്കെ കഴിഞ്ഞ് പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ാം തീയതിയാണ് നമ്മുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. ഓക്കെ, ആദ്യത്തെ സമ്മേളനം നടന്നു. ഇനി ഈ പറഞ്ഞ ഡിസംബർ 9-ാം തീയതി ആദ്യത്തെ സമ്മേളനം നടന്നു കഴിഞ്ഞപ്പോ ഇതിനൊരു അധ്യക്ഷൻ വേണമല്ലോ. അതില് തലമൂത്ത ഒരാളെ, ഏറ്റവും പ്രായം ചെന്ന ഒരാളെ പിടിച്ച് അധ്യക്ഷനാക്കി. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹമാണ് താൽക്കാലിക അധ്യക്ഷൻ. അത് ഏതോ ഒരു ഇതിലുള്ളതാണ്, മീൻസ് ഇങ്ങനെ മുതിർന്നവരെ പിടിച്ചിട്ട് ഏറ്റവും തലമൂത്ത ആളെ പിടിച്ച് അധ്യക്ഷനാക്കണ ഏർപ്പാട്. അയ്യോ, ഞാൻ മറന്നുപോയി. അത് ഏതോ ഒരു ഇതിന്ന് കിട്ടിയ കടമെടുത്ത സാധനം. അപ്പൊ സച്ചിദാനന്ദ സിൻഹനെ പിടിച്ച് നമ്മുടെ താൽക്കാലിക അധ്യക്ഷനായി. 1946 ഡിസംബർ 9-ാം തീയതി ആദ്യമായിട്ട് മീറ്റിംഗ് കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ പിടിച്ച് എന്താക്കി, ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനാക്കി. അപ്പൊ ഇത് വെറും താൽക്കാലിക അധ്യക്ഷൻ മാത്രമാണ് നമ്മുടെ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സച്ചിദാനന്ദ സിൻഹനെ 1946 ഡിസംബർ 9-ാം തീയതി താൽക്കാലിക അധ്യക്ഷനാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോ, അതായത് 1946 ഡിസംബർ 11-ാം തീയതി നമ്മുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു.
ഓക്കെ, അപ്പൊ 1946 ഡിസംബർ 6 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വിശ്രമിച്ചുമൊക്കെ ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഒരു മീറ്റിംഗ് കൂടിയത്. അത് 1946 ഡിസംബർ 9. അന്ന് നമ്മുടെ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു അതിലെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തത്. അദ്ദേഹത്തെ പിടിച്ച് താൽക്കാലിക അധ്യക്ഷനാക്കി. പിന്നെ ഇനി സ്ഥിരമായിട്ടൊരു അധ്യക്ഷനൊക്കെ കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ 2 ദിവസം കൂടി കഴിഞ്ഞ് 1946 ഡിസംബർ 11 നമ്മുടെ രാജേന്ദ്ര പ്രസാദിനെ നമ്മുടെ സ്ഥിരം അധ്യക്ഷനായിട്ട്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഇനി 2 ദിവസം കഴിഞ്ഞ് കൃത്യം പറഞ്ഞ 1946 ഡിസംബർ 13 നമ്മുടെ നെഹ്റു ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞ സംഭവം അവതരിപ്പിക്കുകയാണ്. ആ ലക്ഷ്യപ്രമേയം, അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, ആ ലക്ഷ്യപ്രമേയാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് ഈ പറഞ്ഞ ലക്ഷ്യപ്രമേയാണ്. ഇത് ക്ലിയർ ആയോ? ഇത്രയും ഡേറ്റുകളും ഈ പറഞ്ഞ കാര്യങ്ങളും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതിന്റെ ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണതിന് വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി തെറ്റിക്കാറുണ്ട്. രൂപീകൃതമാവുന്ന ഡേറ്റ് തുടക്കത്തിലൊക്കെ PSC പഠിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ രൂപീകൃതമായ ഡേറ്റും അതേപോലെ ആദ്യത്തെ യോഗം കൂടിയ ഡേറ്റും എനിക്ക് എന്നും തലതിരിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പേടിക്കണ്ട, റിവിഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ഇതിന് ആൻസർ പറയണേ. ഓക്കെ, ഭരണഘടന നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്ത ദിവസം, ഇയർ വിത്ത് ഡേറ്റ്. ഡിസംബർ 1946 ഡിസംബർ 9. ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടിയാ? ഡിസംബർ 6 ആണോ, ഡിസംബർ 9 ആണോ, 11 ആണോ, 13 ആണോ? ബാക്കിയുള്ളവരും കൂടി ഒന്ന് റിപ്ലൈ ചെയ്തേ. ഞാൻ ഇപ്പൊ പറഞ്ഞത് 1946 ഡിസംബർ 6 പറഞ്ഞിട്ടുണ്ട്, 9 പറഞ്ഞിട്ടുണ്ട്, 11 പറഞ്ഞിട്ടുണ്ട്, 13 പറഞ്ഞിട്ടുണ്ട്. ഓർഡറിൽ പഠിച്ചാൽ മതി, കിട്ടും, പെട്ടെന്ന് കിട്ടും. കിട്ടിയ? അപ്പൊ സച്ചിദാനന്ദ സിൻഹനെ തെരഞ്ഞെടുത്ത ദിവസം എന്താണെന്ന് ചോദിക്കണേ. അദ്ദേഹമാണ് ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ, അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ എന്നൊക്കെ പറയണത് അദ്ദേഹമാണ്. ബാക്കിയുള്ളവർക്ക് കിട്ടിയ? ബാക്കിയുള്ളവരൊന്നും പറയണില്ലല്ലോ, കിട്ടിയില്ലേ? അപ്പൊ ഓക്കെ, നമ്മൾ ഒരു കഥ പോലെ ഒന്ന് പഠിച്ചാൽ മതി. 1946 ഡിസംബർ 6 നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായി. 3 ദിവസം കഴിഞ്ഞപ്പോ ആദ്യത്തെ സമ്മേളനം നടന്നു. അത് 1946 ഡിസംബർ 9. ആ ഡിസംബർ 9 പിടിച്ച് പാവം സച്ചിദാനന്ദ സിൻഹ ഏറ്റവും മൂത്ത ആളാണെന്നും പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ച് താൽക്കാലിക അധ്യക്ഷനാക്കി. അത് കഴിഞ്ഞ് 1946 ഡിസംബർ 11, 2 ദിവസം കൂടി കഴിഞ്ഞപ്പോ നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനാക്കി മാറ്റി. ഇനി ഡിസംബർ 13 നമ്മുടെ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ഭരണഘടനാ നിർമ്മാണ സഭയിൽ. അതാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ബാക്കിയുള്ളവർക്ക് ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, ഇത് പതുക്കെ പഠിച്ചാൽ മതി. പഠിച്ച് എടുക്കണത് അന്നന്ന് പഠിച്ചു പോവാട്ടാ, കാലാകാലത്തോളം വേണ്ട കാര്യം. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്? ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി, JB കൃപലാനി. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ
നമ്മുടെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്നറിയപ്പെടുന്നത് എൻ മുഖർജിയാണ് കേട്ടോ. അദ്ദേഹമാണ് ചീഫ് ഡ്രാഫ്റ്റ്മാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് എൻ മുഖർജി, നമ്മുടെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാണ് വൈസ് ചെയർമാൻമാര്. ചെയർമാൻ നമ്മുടെ രാജേന്ദ്ര പ്രസാദായി. വൈസ് ചെയർമാൻമാരാണ് സി മുഖർജിയും ഇത് എൻ മുഖർജിയാണ് കേട്ടോ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ. ഇത് സി മുഖർജിയും അതേപോലെ ടി കൃഷ്ണമാചാരി. ഇവര് രണ്ടുപേരാണ് ഉപാധ്യക്ഷന്മാര്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാണ് സി മുഖർജി അതേപോലെ തന്നെ ടി കൃഷ്ണമാചാരി. ഇനി നമ്മുടെ ഈ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്, ഈ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റെയ്സ്ദ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പ്രേം ബിഹാരി നരേൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പ്രേം ബിഹാരിയാണ് ഈ ലവ് ലെറ്റർ ഒക്കെ എഴുതണ പോലെ നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചാൽ മതി. പ്രേം എന്നാണല്ലോ എഴുത്തു പ്രതി, തെറ്റായിരിക്കാൻ പറയണതാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരിയാണ്. ആളാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഇനി അതിന്റെ തന്നെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്തകൃഷ്ണ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കേട്ടോ. ഇത് ഹിന്ദി കയ്യെഴുത്ത് പ്രതിയാണ്. ഇത് തെറ്റാണ്ട് പഠിക്കുക. കയ്യെഴുത്ത് പ്രതി ആരുടെയാന്ന് ചോദിച്ചാൽ അത് പ്രേം ബിഹാരി നരേൻ. അതേപോലെ തന്നെ ഹിന്ദി കയ്യെഴുത്ത് പ്രതിയാണെങ്കിൽ വസന്തകൃഷ്ണ. ഇനി ഇതിന്റെ കവർ പേജ്, ലേ ഔട്ട്, അതൊക്കെ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. നമ്മൾ ഇന്ത്യ ഹിസ്റ്ററി പഠിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേരൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നന്ദലാൽ ബോസിന്റെ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ആ നന്ദലാൽ ബോസ് ആണ് നമ്മുടെ ഭരണഘടനയുടെ കവർ പേജ്, ലേ ഔട്ട് ഒക്കെ തയ്യാറാക്കിയത്. ഇനി ഒരു സെക്രട്ടറി വേണ്ടേ? ആ സെക്രട്ടറിയാണ് HVR അയ്യങ്കാർ. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സ്ഥിര അധ്യക്ഷന്റെ കാര്യമാണ് നമ്മൾ പറയാ. സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. സ്ഥിരം അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. വൈസ് ചെയർമാൻമാര്, ഉപാധ്യക്ഷന്മാര് രണ്ടുപേരുണ്ട്, സി മുഖർജിയും അതേപോലെ ടി കൃഷ്ണമാചാരി. ഇതിന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് എൻ മുഖർജിയാണ്. സെക്രട്ടറി എന്ന് പറയുന്നത് HVR അയ്യങ്കാർ ആണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26 തീയതിയാണ് ഭരണഘടന നിർമ്മാണ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത്. നമ്മൾ 46 ഫോം ചെയ്തിട്ട് ഈ പറഞ്ഞ 49 നവംബർ 26 തീയതി നിലവിൽ വന്നല്ല കേട്ടോ. ഈ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് 49 നവംബർ 26 തീയതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നവംബർ 26 തീയതി ഭരണഘടന ദിനമായിട്ട് ആചരിക്കണത്. വർഷം 1949 നവംബർ 26 തീയതി. ഇനി നമ്മുടെ അവസാന സമ്മേളനം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലാസ്റ്റ് മീറ്റിംഗ് നടന്നത് 1950 ജനുവരി 24 തീയതിയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 തീയതിയാണ് ഇന്ത്യൻ ഭരണഘടന ഒഫീഷ്യൽ ആയിട്ട് നിലവിൽ വന്നത്. അപ്പൊ ആ നിലവിൽ വരണേന്റെ 2 ദിവസം മുന്നാണ് അവസാന മീറ്റിംഗ് ഒക്കെ നടന്നത്. അന്നാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളൊക്കെ ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. 1950 ജനുവരി 24 തീയതി 284 അംഗങ്ങള് ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് 284 അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. 1950 ജനുവരി 26 തീയതിയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇത്രയും ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആരും ഒന്നും മിണ്ടണില്ലല്ലോ. കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാ? പിന്നെ നമ്മുടെ
ഈ പറഞ്ഞ 1949 നവംബർ 26 അതേപോലെ 1950 ജനുവരി 26 ഈ രണ്ട് ഡേറ്റുകൾ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടോ? എന്താണ് 49 നവംബർ 26 50 ജനുവരി 26 തമ്മിലുള്ള വ്യത്യാസം ഡൗട്ട് ഉണ്ടോ? ഇതേ നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തല്ലി തീർക്കണതല്ല, ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി നമ്മൾ ഡിസ്കഷൻ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് കീറി മുറിച്ച് പരിശോധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം, ഇത് അങ്ങനെ വെച്ചാൽ ഇങ്ങനെ, ഇങ്ങനെ വെച്ചാൽ, അപ്പൊ പല അഭിപ്രായങ്ങൾ വന്നിട്ട് ലാസ്റ്റ് ഒരു സമവായത്തിലെത്തും. ഇതിൽ സമവായത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ അവരത് വോട്ട് ഇട്ടിട്ടാണ് അത് നമ്മളൊരു കാര്യം ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ഭരണഘടന എഴുതാൻ വേണ്ടിയിട്ട് ഇവര് നല്ലപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ വട്ടം ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് ലാസ്റ്റ് പ്രപ്പോസ് ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്തി, ഇതിൽ മാറ്റങ്ങൾ, ആ ഡേറ്റുകളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാത്തോണ്ടാണ്, അതത്ര ഇമ്പോർട്ടന്റ് അല്ല. അങ്ങനെ ഈ വിശദമായിട്ട് ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ശേഷം ഈ പറഞ്ഞ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് ഈ പറഞ്ഞ 1949 നവംബർ 26 എന്ന് പറയണത്. അത് കഴിഞ്ഞ് നവംബർ 26 അംഗീകരിച്ചെങ്കിലും ഭരണഘടന ഒഫീഷ്യലി നിലവിൽ വന്നത് നമ്മുടെ ജനുവരി 26 1950 ജനുവരി 26 അത് ഞാൻ പറഞ്ഞിരുന്നു. അതെന്തോ ഈ ജനുവരി 26 തെരഞ്ഞെടുക്കാൻ കാരണം പണ്ട് നമ്മള് ലാഹോറിൽ വെച്ചിട്ട് ഒരു ഇതൊക്കെ പറഞ്ഞിരുന്നു. ജനുവരി 26 എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പറഞ്ഞിരുന്നു. അപ്പോ അതുകൊണ്ടാണ് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. 50 ജനുവരി 24 എല്ലാവരും ഒപ്പുവെച്ചു. 254 പേര് ഒപ്പുവെച്ചു. ഇത്രയും ക്ലിയർ ആയോ? സംശയം ഉണ്ടോ? അപ്പൊ ചോദിക്കും ഏതാ ഉത്തരേതാ? അതങ്ങനെ തന്നെ ചോദിക്കും. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലാണ് നവംബർ 26 എഴുതണ്ടേ. എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 എന്നാണ് എഴുതേണ്ടത്. ഭരണഘടന നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 ആണ് ഒഫീഷ്യലി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇനി ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുത്തത് എന്നാന്ന് ചോദിച്ചാലാണ് 49 നവംബർ 26 ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. അത് അങ്ങനെ തന്നെയാണ് ചോദിക്കാട്ടോ. ഇന്ത്യൻ ഭരണഘടന എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ അത് 1950 ജനുവരി 26 വേറെ ആൻസർ ഒന്നും ഇല്ല അതില്. 49 നവംബർ 26 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് 1949 നവംബർ 26 ആ നവംബർ 26 ആണ് നമ്മൾ ദേശീയ നിയമ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് 64 ലക്ഷം രൂപയാണ് ചെലവായത് കേട്ടാ. ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല നോട്ടില്. 64 ഇപ്പൊ പറഞ്ഞതാണ്. 64 ലക്ഷം രൂപ മുടക്കിയിട്ടാണ്, ഇന്നത്തെ കാലത്ത് 64 അല്ല കേട്ടോ, അന്നത്തെ കാലത്ത് 64 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടന അതിന്റെ വേണ്ടിയിട്ടുള്ള ചെലവായ തുക 64 ലക്ഷം രൂപ. പിന്നെ നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് അംബേദ്കർ ആണ്. അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഒക്കെ ആയിരുന്നത് അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ പറയുന്നത് അംബേദ്കർ ആണ്. അദ്ദേഹം ഏകദേശം 60 മീതെ രാജ്യങ്ങളുടെ ഭരണഘടന എടുത്ത് കീറി 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടന കീറി മുറിച്ച് പരിശോധിച്ചിട്ടൊക്കെയാണ് ഈ പറഞ്ഞ ഇതിന് ആള് അത്രയും പഠിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. 60ഓളം രാജ്യങ്ങളിലൊക്കെ ഭരണഘടന, നമ്മൾ കുറെ ഭരണഘടനയിലെ കുറെ കാര്യങ്ങൾ ഓരോരോ രാജ്യങ്ങളിൽ നിന്ന് കടമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹം ഇത്രയും രാജ്യങ്ങളിലെ ഭരണഘടന എടുത്തു വെച്ചിട്ടൊക്കെ പഠിച്ചിട്ടാണ് നമ്മുടെ ഭരണഘടന ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അതങ്ങനെ തന്നെയാണ്. എല്ലാം കീറി മുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കേണ്ടതാണ്. ഇങ്ങനെ കീറി മുറിച്ച് പരിശോധിച്ച് സമവായത്തിലൊക്കെ എത്തിയിട്ടാണ്, അതായത് ഒരു ചെറിയ പോലും അതില് ഒരു
എന്താ പറയുക, ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത് എന്ന് അവർ നന്നായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഓരോ അംഗങ്ങളും. ക്ലിയർ അല്ലേ? അത്രയും പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അവര് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഓരോ വ്യക്തികളും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഓക്കെ. ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആയതൊക്കെ നിങ്ങൾക്ക് അറിയാം, ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജനുവരി 26. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന ലിഖിത ഭരണഘടനയാണ്. ഇനി ഈ ലിഖിത ഭരണഘടനയുള്ള മറ്റ് രാജ്യങ്ങൾ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ഇവർക്കൊക്കെ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്. എന്നാൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ട്. അതാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. അവിടെ എന്തെങ്കിലും കീഴ്വഴക്കങ്ങള്, നിയമങ്ങള് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. എഴുതി വെച്ചിട്ടില്ലേ, നമ്മളെ പോലെ ഭരണഘടന എഴുതിയൊന്നും തയ്യാറാക്കിയിട്ടില്ല. അവിടെ ശീലിച്ചു വരുന്ന നിയമങ്ങള്, കീഴ്വഴക്കങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെ റൂൾസ് ഒക്കെ നടക്കണത്. അപ്പൊ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ചോദിച്ചാൽ ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. ഇത് പഠിക്കാണ്ട് വിടരുത് കേട്ടോ, ഇത് ചോദിക്കാറുള്ളതാണ്. ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ 3 രാജ്യങ്ങളും മാത്രം പഠിച്ചാൽ മതി. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത്. അപ്പൊ ഇത് തന്നെ ചോദിക്കാറ്. ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഈ ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡിനാണ് അലിഖിത ഭരണഘടന ഉള്ളത്. ഓക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടന ഭാഗികമായിട്ട് അയവുള്ളതും ഭാഗികമായിട്ട് ദൃഢവുമാണെന്നാണ് പറയണത്. അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഭാഗികമായിട്ട് അയവുള്ളതും ഭാഗികമായിട്ട് ദൃഢവുമാണ്. അത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ. ഇനി ഭരണഘടന എഴുതി തയ്യാറാക്കാനായിട്ട് 2 വർഷവും 11 മാസവും 18 ദിവസവും, അത് ഇതിലെ NCERT ബുക്കിലാണ് 18 ദിവസം കൊടുത്തതാണ്. 17 ദിവസം എന്നാണ് നമ്മൾ PSCയിലെ ആൻസർക്ക് വരാറ്. അപ്പൊ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടാണ് ഭരണഘടന തയ്യാറാക്കിയത്. 64 ലക്ഷം രൂപയാണ് ഭരണഘടനാ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചെലവായ തുക. എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 64 ലക്ഷം രൂപ കേട്ടോ. ഇനി 17 മലയാളികള്, വനിതകളല്ല, 17 മലയാളികൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. നമ്മളിപ്പോ പറഞ്ഞ 299 എന്നുള്ള നമ്പറില് 17 പേര് മലയാളികളായിരുന്നു. ഈ മലയാളി തന്നെ 3 വനിതകളുണ്ട്. ഈ വനിതകളാണ് 3 വനിതകൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ, 1 ആനി മസ്ക്രീൻ, 2 അമ്മു സ്വാമിനാഥൻ, 3 ദാക്ഷായണി വേലായുധൻ. ഈ 3 പേരാണ് നമ്മുടെ മലയാളി വനിതകൾ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളി വനിതകളാണ് ഈ പറഞ്ഞ 3 പേര്. പിന്നെ ഇന്ത്യയില് പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ എന്ന് പറഞ്ഞ വ്യക്തി കേട്ടോ. ഓക്കെ. അപ്പൊ ഈ 3 വനിതകളാണ് നമ്മുടെ മലയാളികള് ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നവര്. ഓക്കെ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഫാസ്റ്റ് ആയിട്ട് തോന്നണ്ടോ? ക്ലിയർ ആയോ? ആരും ഒന്നും പറയണില്ലല്ലോ. ക്ലിയർ ആണോ? അടുത്തേക്ക് പോട്ടെ. എല്ലാവർക്കും കിട്ടിയാ? പിന്നെ നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഓരോ മീറ്റിങ്ങും കൂടുമ്പോഴും അതില് മീഡിയ എന്ന് ഉദ്ദേശിക്കുന്ന പത്രപ്രവർത്തകർക്കും അതേപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഒക്കെ പ്രവേശനം കൊടുത്തിരുന്നു കേട്ടോ, ഇത് കാണാനൊക്കെ ആയിട്ട്. ഓക്കെ. ഇത്രയും ക്ലിയർ ആയോ? സംശയം ഉണ്ടോ? ഫാസ്റ്റ് ആയിട്ടാണോ പോണേ? അല്ല. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എനിക്കൊരു പേടി, കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ കുറെ ഫാസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞതിനും നല്ല പോലെ മാർക്ക് വരണ ഒരു ഏരിയ ആണ്. ഓക്കെ.
ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ശരിയോ തെറ്റോ? ശരിയാണ്. ആദ്യ യോഗമാണ് കേട്ടോ ചേർന്നത്. ആദ്യ യോഗത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. രൂപീകൃതമായതാണെന്ന് ആണ് സ്റ്റേറ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ ആൻസർ 1946 ഡിസംബർ 6 ആയാണ് കേട്ടോ. ഇത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എന്നാണ് കൊടുത്തേക്കണത്. അപ്പൊ 1946 ഡിസംബർ 9 ശരിയാണ്. അടുത്തത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ശരിയോ അല്ല. തെറ്റോ? തെറ്റ്. എല്ലാവരും ഒന്ന് ആൻസർ പറയണേ. ശരിയല്ല, ഞാൻ പറഞ്ഞിരുന്നു പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല നടന്നത്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ, 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ശരിയാണ്. ശരിയാണ്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്നാണ് പറയാ. അതായത് ഒന്നുമില്ല, അതായത് ഓരോ ഏരിയക്ക് 10 ലക്ഷം ആളുകൾക്ക് ഒരാള് എന്ന കണക്കിലാണ് ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആളുകളെ സെലക്ട് ചെയ്തത്. 10 ലക്ഷം പേർക്ക് ഒരാള് എന്ന കണക്കില്. അപ്പൊ ഈ പറഞ്ഞ ഈ 299 അംഗങ്ങളിൽ ഓരോ 10 ലക്ഷത്തിന് ഒരാള് എന്നുള്ള കണക്കിലാണ് എടുത്തത്. അപ്പൊ അത് ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതില് തെരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു പ്രൊപ്പോർഷന്റെ ബേസിന് പറയണ പേരാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ പോപ്പുലേഷൻ കൂടുതലുള്ളിടത്ത് കൂടുതൽ ആൾക്കാർ അതനുസരിച്ചുണ്ടാവും, പോപ്പുലേഷൻ കുറവുള്ളിടത്ത് നിന്ന് അതനുസരിച്ച് ആളുകളുടെ എണ്ണം കുറവായിരിക്കും. ഈ പറഞ്ഞ സാധനം ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ എന്താന്ന്? ഒന്നും കൂടി പറയണോ? മനസ്സിലായി. നമ്മള് ജനസംഖ്യക്ക് അനുസരിച്ചാണ് ഓരോ ആളുകളെ, ഓരോ സ്ഥലത്തു നിന്നും ആളുകളെ തെരഞ്ഞെടുത്ത്. ഇപ്പൊ 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നു, 70 പേരായിട്ട് ചുരുങ്ങി വിഭജനത്തിന് ശേഷം. ഈ 70 പേര് എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ജനസംഖ്യക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. അതായത് 10 ലക്ഷം പേർക്ക് ഒരാള് എന്ന കണക്കിലാണ് ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ജനസംഖ്യ ആനുപാതികമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലാണ് ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഒക്കെ പ്രവേശനം ഉണ്ടായിരുന്നു. പിന്നെ മുസ്ലിങ്ങള്, സിഖ്, പൊതുവിഭാഗം എന്നീ 3 വിഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് വന്നത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണ്ട, തൽക്കാലം ഈ ലെവൽ പോകും. ഓക്കെ, ഇനി അടുത്തത്, ഇത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ മുദ്ര ഇത് അംഗീകരിച്ച ദിവസങ്ങളാണ് പറയണത്. നമ്മുടെ ദേശീയ പതാക, നമ്മുടെ ത്രിവർണ പതാകേനെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 തീയതിയാണ് കേട്ടോ. 1947 ജൂലൈ 22. ഇനി നമ്മുടെ ദേശീയ ഗാനം, ജനഗണമനയും അതേപോലെ തന്നെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം, ഇത് രണ്ടും അംഗീകരിച്ച ഡേറ്റ് 1950 ജനുവരി 24. ഈ ജനുവരി 24 1950 ജനുവരി 24 പ്രത്യേകത എന്താ? 1950 ജനുവരി 24 പ്രത്യേകത ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചോളൂ. 1950 ജനുവരി 24 ഓർമ്മയില്ല? അവര് ഒപ്പുവെച്ചത് അവസാന സമയം. എല്ലാവർക്കും കിട്ടിയോ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24 അതേപോലെ അംഗങ്ങൾ അതിൽ ഒപ്പുവെച്ചതും ജനുവരി 24 അപ്പൊ ഈ 1950 ജനുവരി 24 ഈ പറഞ്ഞ നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും നിലവിൽ വന്നത്. പിന്നെ ദേശീയ മുദ്ര വന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന അതേ ഡേറ്റിൽ തന്നെയാണ്. ഭരണഘടന നിലവിൽ വന്നു, മുദ്ര വെച്ചു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ജനുവരി 26 കിട്ടും. ആ മുദ്ര അല്ലാട്ടോ ഈ മുദ്ര, മറ്റേ നമ്മുടെ
അശോക സ്തംഭത്തിലെ ആ മുദ്രയുടെ കാര്യമാണ് ഈ പറയണത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ. 1950 ജനുവരി 26 മുദ്ര നിലവിൽ വന്നത്. പതാക മാത്രം ഡേറ്റ് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. 1947 ജൂലൈ 22. ഇനി നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമുക്കറിയാം, ഭരണഘടനയിൽ ഇപ്പൊ കുറെ ആർട്ടിക്കിൾ ഉണ്ട്, അതേപോലെ തന്നെ ഷെഡ്യൂൾസ് ഉണ്ട്, ഭാഗങ്ങൾ, പാർട്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ 12 പട്ടികകളും 25 ഭാഗങ്ങളും ഉണ്ട്. നിലവിൽ വരുമ്പോ 8 പട്ടികയായിരുന്നു. ഇപ്പൊ എത്ര പട്ടിക ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 12 പട്ടികകളാണ് കേട്ടോ. ആർട്ടിക്കിൾ എത്ര ഉണ്ടെന്ന് പഠിച്ചില്ലെങ്കിലും എത്ര പട്ടിക ഉണ്ടായിരുന്നു, ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പഠിക്കുക. 8 പട്ടികയായിരുന്നു നിലവിൽ വരുമ്പോ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 12 പട്ടികയായി. 22 ഭാഗങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പൊ 25 ഭാഗങ്ങളായിട്ട് അത് കൂടി. ഇനി ഈ പറഞ്ഞ 12 പട്ടികകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ റാങ്ക് ഫയൽ കാണാറില്ല. എവിടെയെങ്കിലും ബാക്കിലൊക്കെ കണ്ടേക്കണതാണ്, ബുക്കുകളിൽ അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ബുക്കുകൾ നോക്കുമ്പോ ഒന്നും കാണില്ലേ. ഇൻഡെക്സ് പോലെ ബാക്കിലൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഒരു ടോപ്പിക് ആയിട്ട് കണ്ടല്ല. ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം, എന്തായാലും ചോദിക്കും. 12 പട്ടികകൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. 12 പട്ടികകൾ. ഓക്കെ, 1 2 3 ഓർഡറിൽ. ഓക്കെ, ഇത് ഞാൻ വേണമെങ്കിൽ വേറൊരു ഫോട്ടോ ഇടാം. ഇത് 12 പട്ടികകളിൽ ഒന്നാമത്തെ പട്ടികയിൽ എന്താണ്, രണ്ടാമത്തെ പട്ടികയിൽ എന്താണ്, മൂന്നാമത്തെ പട്ടികയിൽ എന്താണെന്നാണ് ചോദിക്കണത്. ഒന്നാമത്തെ പട്ടികയില് ടെറിട്ടറീസും സ്റ്റേറ്റിനെ പറ്റിയാണ്, നമ്മുടെ യൂണിയൻ ടെറിട്ടറിനെ പറ്റിയും സ്റ്റേറ്റുകളെ പറ്റി, സംസ്ഥാനങ്ങളെ പറ്റിയും പറയണ പട്ടികയാണ് ഒന്നാമത്തെ പട്ടിക. രണ്ടാമത്തേല് പറയണതാണ് എമോളുമെന്റ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ പറഞ്ഞ എമോളുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം, അതിനെ പറയണ പേരാണ് എമോളുമെന്റ്സ്. ഇനി മൂന്നാമത്തെ പട്ടികയിൽ പറയണതാണ് അഫിർമേഷൻസ് ആൻഡ് ഓത്ത്, അതായത് സത്യപ്രതിജ്ഞയെ പറ്റിയൊക്കെ പറയണതാണ്. അടുത്ത പട്ടികയിൽ പറയണതാണ് രാജ്യസഭയുടെ സീറ്റ് അലോക്കേഷനെ പറ്റി. അടുത്ത പട്ടികയിൽ പറയണത് ഷെഡ്യൂൾഡ് ഏരിയ, ഇത് ഞാൻ കോഡിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതർ ട്രൈബൽ ഏരിയനെ പറ്റി അതിൽ പറയണു. എഫില് ഫെഡറൽ ലിസ്റ്റ്, ഓ ഒഫീഷ്യൽ ലാംഗ്വേജ്, എൽ ലാൻഡ് റിഫോം എന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണത്തെ പറ്റി. ഇനി 1985 52 അമെന്റ്മെന്റ് വഴി വന്ന ഡിഫക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമമാണ് ഡിഫക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പട്ടികയിൽ പറയണ 11ാമത്തെ പട്ടികയിൽ പഞ്ചായത്തിനെ പറ്റി, 12ാമത്തേൽ മുനിസിപ്പാലിറ്റിനെ പറ്റിയാ പറയണത്. ഇത് പഠിക്കാനായിട്ട് ഈ ഒരു സെന്റൻസ് പഠിക്കുക. ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ഇതിൽ മൊത്തം 12 ലെറ്റേഴ്സ് ആണുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12. 12 പട്ടികകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ പറഞ്ഞ 12 പട്ടികകളില്ലേ, ഇപ്പൊ ഉള്ള 12 പട്ടികകൾ പഠിക്കാൻ ഓരോ പട്ടികയിൽ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഈ പറഞ്ഞ ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ടി ഫോർ ടെറിട്ടറീസ്, നമ്മുടെ ടെറിട്ടറീസ്. ഇ ഫോർ എമോളുമെന്റ്സ്, ശമ്പളത്തെ പറ്റി പറയണത്. എ ഫോർ അഫിർമേഷൻസ് ആൻഡ് ഓത്ത്, സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നു. ആർ ഫോർ രാജ്യസഭ. അപ്പൊ രാജ്യസഭയെ പറ്റി പറയുന്ന പട്ടിക എത്രയാമത്തെ അത് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 1 2 3 4ാമത്തെ പട്ടികയിലാണ് രാജ്യസഭയെ പറ്റി പറയണം. അപ്പൊ എപ്പോഴും ചോദിക്കും പഞ്ചായത്ത് രാജ് അല്ലെ, പഞ്ചായത്തുകളെ പറ്റി പറയണ പട്ടിക ഏത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എത്രാമത്തെ പട്ടികയാ? 11ാമത്തെ പട്ടിക. മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുന്ന പട്ടിക ചോദിച്ചാൽ 12. കൂറുമാറ്റം എത്രാമത്തെയാ? 10ാമത്തെ. ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണത്തെ പറ്റി പറയണത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിക്കുക. ടി ഫോർ ടെറിട്ടറീസ്, ഇ ഫോർ എമോളുമെന്റ്സ്, എ ഫോർ അഫിർമേഷൻസ്, ആർ ഫോർ രാജ്യസഭ, എസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കഴിഞ്ഞാൽ അതർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പൊ അങ്ങനെ പഠിച്ചാലും മതി. അതർ ട്രൈബൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, അതർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. എഫ് ഫോർ ഫെഡറൽ ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറഞ്ഞ 3 ലിസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നമ്മൾ വഴിയെ പഠിക്കും. അതാണ് എഫ് എന്ന് പറയുന്നത്, ലിസ്റ്റുകൾ. ഒ ഫോർ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷകൾ. എൽ ഫോർ ലാൻഡ് റിഫോംസ്. ഡി ഫോർ ഡിഫ്ലക്ഷൻ, കൂറുമാറ്റം. പി ഫോർ പഞ്ചായത്തി രാജ്. എം ഫോർ മുനിസിപ്പാലിറ്റി. അപ്പോ ഇതിൽ നിന്ന് 10ാമത്തെ പട്ടികയിൽ എന്ത് പറയുന്നു, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധനം ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ?
ക്ലിയർ ആയോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ ഈ ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എന്നൊരു ബുക്കിൽ വെറുതെ ഒന്ന് എഴുതി വെക്കോ. എന്നിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഒന്ന് പറയോ? ഓക്കെ, എല്ലാവരും ഒന്ന് എഴുതി, ജസ്റ്റ് ഒന്നൊരു ആ വാക്ക് അതിന്റെ മുകളിൽ 1, 2, 3, 4 എന്ന് നമ്പർ ഇട്ടോ. ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എമ്മിന്റെ മുകളിൽ. എഴുതിയാ? ഞാൻ പറയട്ടെ. ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്ന പട്ടിക. 8. ബാക്കിയുള്ളവർക്ക് ആൻസർ കിട്ടിയാ? ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്ന പട്ടിക ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോട്ടാ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും വരും, ഉറപ്പാണ്. എല്ലാവർക്കും കിട്ടിയാ? അടുത്തൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. അതർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ അതർ ട്രൈബൽ ഏരിയസിനെ പറ്റി പറയുന്ന പട്ടിക. ഓക്കെ, ഇനി ഇങ്ങനെ കിട്ടില്ലേ കൂറുമാറ്റം എത്രാമത്തെ പട്ടിക? 10 അല്ലെ? സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ 'അഫർമേഷൻ' അഫിർമേഷൻ ആൻഡ് ഓത്താണ് സത്യപ്രതിജ്ഞ. എമോളുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എമോളുമെന്റ്സ് എന്ന് പറഞ്ഞാൽ സാലറി. അത് നിങ്ങൾ പഠിച്ചു വെച്ചോ. അതിന്റെ മലയാളം വീട് ഈ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് പേപ്പറിലൊക്കെ കയറി വരും. അഫിർമേഷൻ എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞയും എമോളുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ശമ്പളം, ആനുകൂല്യം, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയണത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? പട്ടിക തെറ്റിക്കില്ലല്ലോ? ഞാൻ ഇതിന്റെ നമ്പർ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ വേറെ ഇടാം കേട്ടോ. ഇതിൽ ഞാൻ നമ്പർ ഇടാം, മാർക്ക് ചെയ്യാൻ മറന്നു. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ പറയണത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതായത് നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരുപാട് കമ്മിറ്റികളുണ്ട്. നിങ്ങളിപ്പോ പള്ളിയിൽ ഒരു പെരുന്നാൾ നടത്തുന്നു, അതിൽ നമ്മൾ ഒരുപാട് കമ്മിറ്റി ഉണ്ട് അല്ലെ? വെടിക്കെട്ടിന് ഒരു കമ്മിറ്റി, ഡെക്കറേഷന് ഒരു കമ്മിറ്റി, അതേപോലെ തന്നെ പാർക്ക് ചെയ്യാൻ ഒരു കമ്മിറ്റി, അങ്ങനെ പല കമ്മിറ്റികളുണ്ട്. അതേപോലെ തന്നെ ഉത്സവങ്ങൾക്കായാലും എങ്ങനെ എന്ത് പരിപാടിക്കായാലും നമ്മൾ ഒരു പരിപാടിനെ നമ്മൾ കുറെ കമ്മിറ്റികൾക്ക് ഇട്ട് കൊടുക്കും അല്ലെ? ഇപ്പൊ ഉത്സവത്തിന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഒരു കമ്മിറ്റി, ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, അങ്ങനെ പല കമ്മിറ്റികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചത് എന്നാന്ന് എപ്പോഴും ചോദിക്കും. ഈ വർഷവും ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. 1947 ഓഗസ്റ്റ് 29 നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. 1947 ഓഗസ്റ്റ് 29 ഈ കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 7 അംഗങ്ങളാണ്. ഇനി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസ്രുദ്ദീൻ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ക്ലിയർ ആയോ? ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അംബേദ്കർ ആയിരുന്നു. ഇത്രയും ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 7 പേര്. എന്നാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്? 1947 ഓഗസ്റ്റ് 20. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി BR അംബേദ്കർ ആയിരുന്നു നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ശില്പി. ഞാൻ പറഞ്ഞു 60ഓളം രാജ്യത്തെ ഭരണഘടന അദ്ദേഹം പഠിച്ചിരുന്നു എന്നാണ് പറയണത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കറിനെയാണ്.
നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ ആധുനിക മനു, അതേപോലെ ആധുനിക ബുദ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹമാണ്. ഇത് ഒരു പ്രാവശ്യം അദ്ദേഹം ജനിച്ച ഡേറ്റും ഇയറും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1891 ഏപ്രിൽ 14 അദ്ദേഹം ജനിച്ചത്. 1891 ഏപ്രിൽ 14. മോവ്, മധ്യപ്രദേശിലെ മോവ് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് വട്ടമേശ സമ്മേളനങ്ങൾ പറഞ്ഞിരുന്നു. ആ 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം, അംബേദ്കർ. അദ്ദേഹം രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് മഹാർ പ്രസ്ഥാനം. അദ്ദേഹത്തിന്റെ സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ വേറെ പ്രസിദ്ധീകരണങ്ങളാണ് മൂക്ക് നായിക്ക്, അതേപോലെ തന്നെ ബഹിഷ്കൃത ഭാരത് ഒക്കെ. 56 ഡിസംബർ 6 അദ്ദേഹം അന്തരിച്ചു. ചൈത്യഭൂമിയിൽ എന്ന് പറഞ്ഞ അവിടെയാണ് അദ്ദേഹത്തിന്റെ വിശ്രമസ്ഥലം, അന്ത്യവിശ്രമസ്ഥലം. ഓക്കെ, അപ്പൊ ജനിച്ചത് 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മോവ് ഗ്രാമത്തിൽ. 1891 ഏപ്രിൽ 14. 1891 ഏപ്രിൽ 14 കേട്ടോ. ഇനി അദ്ദേഹം 56 ഡിസംബർ 6 മരിച്ചുപോയി. 3 വട്ടമേശ സമ്മേളനങ്ങളും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മഹാർ പ്രസ്ഥാനത്തിന്റെ ആള് അദ്ദേഹമാണ്. സ്ഥാപിച്ച സംഘടന ബഹിഷ്കൃത ഹിതകാരിണി സഭയാണെന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് അദ്ദേഹം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞേ? 7 പേര്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മൊത്തം 7 അംഗങ്ങളാണ് ഉള്ളത്. അതിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? നമ്മുടെ അംബേദ്കർ ആയിരുന്നു അതിന്റെ ചെയർമാൻ എന്ന് പറയണത്. ഇനി ഇതിലെ 7 അംഗങ്ങളുടെ പേരും പഠിച്ചിരിക്കണം. ഓക്കെ, അതും പഠിച്ചിരിക്കണം. ഇത് പഠിക്കാനായിട്ട് അങ്ങനെ ഒരു കോഡ് കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണം എന്നൊക്കെ, അങ്ങനെ ഒരു കോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അംബേദ്കർ ആണ് ആദ്യത്തെ ആള്. പിന്നെ KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, ഗോപാലസ്വാമി അയ്യങ്കാർ, കൈത്താൻ, അതേപോലെ തന്നെ മിത്താർ. ഇതാണ് അമ്മയ്ക്ക് GK പഠിക്കാൻ. അമ്മക്ക് GK പഠിക്കാൻ മിച്ചർ വേണം. അങ്ങനെ നിങ്ങൾക്ക് GK പഠിക്കാനാണ് മിച്ചർ വേണ്ടത്. ഇപ്പൊ തൽക്കാലം അമ്മേനെ പഠിച്ചാക്കാം, അപ്പൊ കിട്ടും. ഓക്കെ, നമുക്കൊന്നും കൂടി പറയാം. BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അതേപോലെ തന്നെ N ഗോപാലസ്വാമി അയ്യങ്കാർ, TP കൈത്താന്റെ ആണ് കേട്ടാ ഈ കെ. അതേപോലെ തന്നെ BL മിത്തർ. ക്ലിയർ ആയോ ആളുകളുടെ പേര്? അതൊന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, കോഡ് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണം. ഓക്കെ, അപ്പൊ BR അംബേദ്കർ ആണ് ആദ്യത്തെ വ്യക്തി. ഓക്കെ, അപ്പൊ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, TP കൈത്താൻ, BL മിത്തർ. PSC നല്ല ടഫായിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രം അവരുടെ ഇനീഷ്യൽ ഒന്ന് മാറ്റി തരൂ കേട്ടോ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ വലിയ പ്രശ്നമൊന്നും കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം ഈ നെയിംസ് ഫെമിലിയർ ആയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കളയാൻ പറ്റും. അപ്പൊ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, TP കൈത്താൻ, BL മിത്തർ. ഇനി എപ്പോഴും ചോദിക്കണ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കൈത്താൻ, TP കൈത്താൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് പകരം വന്ന ആളാണ് TT കൃഷ്ണമാചാരി. ഈ TP കൈത്താൻ മരിച്ചു പോയപ്പോ വന്ന ആളാണ് TT കൃഷ്ണമാചാരി. അതേപോലെ നമ്മുടെ BL മിത്തർ രാജിവെച്ചു. അതിനെ തുടർന്ന് വന്ന ആളാണ് N മാധവറാവു. അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട്, കെയ്ത്താന്റെ നിര്യാണത്തെ തുടർന്ന് വന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗം ആരാന്ന് ചോദിച്ചാൽ അത് TT കൃഷ്ണമാചാരി. മിത്തറിന് പകരം വന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മാധവറാവു. ഇവിടെ മിത്തറിലും M ഉണ്ട്, മാധവറാവുല് M ഉണ്ട്. അപ്പൊ M പോയ ഒരാള്, M-ന് പകരം വന്ന ഒരാളും അടുത്ത വേറെ ഒരു M പേരുള്ള ആളാട്ടോ. മിത്തറിന് പകരം വന്നത് മാധവറാവു.
ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ സാധാരണഗതിയിൽ ഈ 7 അംഗങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ കൈത്താന് പകരം വന്നതാണ് ടി കൃഷ്ണമാചാരി എന്ന് പഠിക്കുക. മിത്തറിന് പകരം വന്നതാണ് എൻ മാധവ റാവു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പള്ളി പെരുന്നാളിന് ഒരു മെയിൻ കമ്മിറ്റി മാത്രമല്ല ഉണ്ടാവുക. അലങ്കാര കമ്മിറ്റി, വെടിക്കെട്ട് കമ്മിറ്റി, ആ കമ്മിറ്റി, ഈ കമ്മിറ്റി എന്നും പറഞ്ഞ ഒരുപാട് കമ്മിറ്റികളുണ്ട്. അതേപോലെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വലുതും ചെറുതുമായിട്ട് മൊത്തം 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അതില് 8 വലിയ കമ്മിറ്റി, പിന്നെ മൈനർ കമ്മിറ്റികൾ വേറെ, അങ്ങനെ മൊത്തം 22 കമ്മിറ്റികൾ അടങ്ങുന്നതാണ് ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് നമ്മളിപ്പോ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആരും ഒന്നും മിണ്ടണില്ലല്ലോ. ടൈറ്റായ കയറണില്ലേ തലയിലേക്ക്? ആരും ഒന്നും പറയണില്ലല്ലോ. നിങ്ങക്ക് മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? അതെങ്കിലും ഒന്ന് പറയേ. വേണ്ട. മതിയായില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് നിങ്ങൾ ആൻസർ പറയണേ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാ? കുറെ പേരുടെ പേര് പഠിച്ചു, ഇനി കിട്ടില്ല അല്ലെ. ഓപ്ഷൻ തരാം ഞാൻ. JB കൃപലാനി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, സച്ചിദാനന്ദ സിൻഹ. പറയൂ. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. അപ്പൊ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? ഫസ്റ്റത്തെ അധ്യക്ഷൻ. ഫസ്റ്റത്തെ അധ്യക്ഷൻ എന്ന് പറയരുത്. ഫസ്റ്റത്തെ അധ്യക്ഷൻ സച്ചിദാനന്ദ, താൽക്കാലികല്ല, മെയിൻ ആയിട്ടുള്ള മെയിൻ അധ്യക്ഷൻ. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ഥിര അധ്യക്ഷൻ. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആരായിരുന്നു അതിലെ? നമ്മളിപ്പോ പഠിച്ചത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. സച്ചിദാനന്ദ സിൻഹ ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷൻ. താൽക്കാലിക അധ്യക്ഷൻ. ഓക്കെ ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ TP കൈത്താന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗം. ഓപ്ഷൻ എ, ഇത് കഴിഞ്ഞ OAക്ക് ചോദിച്ചാട്ടാ, 2021 OAക്ക്. ഓപ്ഷൻ എ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഓപ്ഷൻ ബി N മാധവ റാവു, ഓപ്ഷൻ സി TT കൃഷ്ണമാചാരി, ഓപ്ഷൻ ഡി N ഗോപാലസ്വാമി അയ്യങ്കാർ. എല്ലാവരെയും പേര് കേട്ടിട്ടില്ലേ? കിട്ടിയ ആൻസർ കിട്ടിയാ? സി ആണ്. ഒന്നും കൂടി ഓപ്ഷൻ വായിക്കാം. ആൻസർ നിങ്ങൾ പേര് പറയണേ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N മാധവ റാവു, TT കൃഷ്ണമാചാരി, N ഗോപാലസ്വാമി അയ്യങ്കാർ. TT കൃഷ്ണമാചാരി. ഓ, നമുക്ക് പതുക്കെ പോവാം. TT കൃഷ്ണമാചാരി. നോക്കിയേ, കൈത്താന്റെ നിര്യാണത്തെ തുടർന്ന് വന്നത് TT കൃഷ്ണമാചാരി, മിത്തറിന് പകരം വന്നത് മാധവറാവു. അത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു M പോയപ്പോ അടുത്ത M ആണ് വന്നത്. ഓക്കെ, ഗോപാലസ്വാമി അയ്യങ്കാർ, അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ G ഫോർ ഗോപാലസ്വാമി അയ്യങ്കാർ, K ഫോർ കൈത്താൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി മറക്കരുത് കേട്ടാ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കണതിന്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അത് അവരൊക്കെ ഏത് കമ്മിറ്റിയിലെ അംഗങ്ങളാ? അവര് ഏത് കമ്മിറ്റിയിലെ അംഗങ്ങളാ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങള്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് മെയിൻ കമ്മിറ്റി. അത് കൂടാതെ കുറെ കമ്മിറ്റികൾ ഉണ്ട്. അങ്ങനെ മൊത്തം എത്ര കമ്മിറ്റികൾ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞേ? മൊത്തം എത്ര കമ്മിറ്റി? 22. മൊത്തം 22 കമ്മിറ്റികൾ ഉണ്ട്. അതിൽ എത്ര മേജർ കമ്മിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ? എത്ര വലിയ കമ്മിറ്റി? മേജർ കമ്മിറ്റി എത്ര പേരുണ്ട്? എത്ര കമ്മിറ്റി ഉണ്ട്? മേജർ കമ്മിറ്റികള് മറന്നുപോയി. 8 മേജർ കമ്മിറ്റിയാണ് കേട്ടോ ഉള്ളത്. 8 മേജർ കമ്മിറ്റി കേട്ടോ. ആകെ 22, അതില് 8 മേജർ കമ്മിറ്റി. ഇനി ഈ മേജർ കമ്മിറ്റിമാരുടെ ചെയർമാൻമാരൊക്കെ നമ്മൾ പഠിക്കണം.
ഓക്കെ, മൈനർ കമ്മിറ്റിയുടെ ഞാൻ എപ്പോഴും വരണത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തീർന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, 8 മേജർ കമ്മിറ്റി നമ്മൾ ആദ്യം പഠിക്കുന്നു, അത് കഴിഞ്ഞ് മൈനർ കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മൾ പഠിച്ചു അംബേദ്കർ ആണെന്ന്. ഇനി ഇത് പവേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അദ്ദേഹമാണല്ലോ ലക്ഷ്യപ്രമേയമൊക്കെ അവതരിപ്പിച്ച് ഒക്കെ വന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ആയിരുന്നല്ലോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ. അപ്പൊ യൂണിയൻ പവേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ്സ് കമ്മിറ്റി, അതിന്റെ ഒക്കെ ഉത്തരവാദിത്തം, വലിയ ബാക്കിയുള്ള ഉത്തരവാദിത്തം മുഴുവൻ നെഹ്റുവിനായിരുന്നു. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പട്ടേൽ ആയിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പം പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ പട്ടേലിനാണ് ഉത്തരവാദിത്തമായിരുന്നത്. ഇനി അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇല്ല കേട്ടോ, ഞാൻ കറക്റ്റ് ചെയ്തിടാം. ഓക്കെ, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്, അതിന്റെ ഒക്കെ സർദാർ വല്ലഭായ് പട്ടേലിനാണ്. അപ്പൊ ഈ കിട്ടിയവർക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അംബേദ്കറിനെ പറഞ്ഞു, അദ്ദേഹത്തിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആയിരുന്നു ഉത്തരവാദിത്തം. പവേഴ്സ് കമ്മിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതേപോലെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ഒക്കെ നെഹ്റു ആയിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ നമ്മുടെ പട്ടേലിനാണ്. അതേപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതൊക്കെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കേട്ടോ. മൗലിക അവകാശമാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ മൈനോറിറ്റീസ്, ട്രൈബൽ, അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്, അതിന്റെ ഒക്കെ പട്ടേലിന് തന്നെയാണ്. ഇനി അതിൽ തന്നെയുള്ള സബ് ഡിവിഷനാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. ഇതിന്റെ മെയിൻ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയാണ് JB കൃപലാനി. മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ HC മുഖർജി. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം, അതിന്റെയൊക്കെ ഗോപിനാഥ് ബർദോളിയുടെയാണ്. എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂസീവ് ഏരിയാസ് എന്ന് പറയണത്, ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, AV താക്കറിന് അത്ര പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പഠിക്കണം. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹത്തിന് തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. സ്റ്റിയറിംഗ് കമ്മിറ്റി, അതേപോലെ തന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞ കമ്മിറ്റി ചെയർമാൻമാരുടെ പേര് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞ കമ്മിറ്റി ചെയർമാൻമാര്. അടുത്ത ക്ലാസ്സിൽ ഇത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, അപ്പൊ ഡൗട്ട് വേണ്ട. അപ്പൊ നിങ്ങൾ പഠിക്കുക, ഏതൊക്കെ നമ്മൾ വലിയ ആൾക്കാരുടെ പേരുകൾ കുറച്ച് പഠിച്ചു, അത് ആരൊക്കെയാന്ന് പറയോ? എല്ലാവർക്കും അടുത്ത ഈ കമ്മിറ്റിയില് ഏത് കമ്മിറ്റിയുടെ ആളാണെന്ന് ഇപ്പൊ പഠിച്ചില്ലെങ്കിലും ആരൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയാനാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു ഈ മേജർ കമ്മിറ്റിയിലെ മെയിൻ ആൾക്കാർ ആരൊക്കെയായിരുന്നു? ഒന്ന് അംബേദ്കർ, ഞാൻ തന്നെ പറയും, ഒന്ന് അംബേദ്കർ, പിന്നെ നെഹ്റു, അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേല്, പിന്നെ നമ്മൾ പറഞ്ഞത് രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അംബേദ്കർ, നെഹ്റു, പട്ടേല്, കിട്ടിയ? അംബേദ്കർ, നെഹ്റു, പട്ടേൽ, ഇതൊക്കെ വലിയ ആൾക്കാരാണല്ലോ. അതേപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ്. മെയിൻ ആയിട്ട് അംബേദ്കർ, നെഹ്റു, പട്ടേല്, രാജേന്ദ്ര പ്രസാദ്, ഇത്രയും പേരാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ളവരുടെ പേരുകൾ നമുക്ക് തൽക്കാലം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ 2 ക്വസ്റ്റ്യൻ കൂടി പറയാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1946 ഡിസംബർ. ഔദ്യോഗികമായി നിലവിൽ വന്നത്, ഒഫീഷ്യലി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 കേട്ടോ. ഓക്കെ, സാരില്ല, എങ്ങനെ തന്നെ പഠിക്കുള്ളൂ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ 3 മലയാളി വനിതകളുടെ പേര് ഓർമ്മയുണ്ടോ? ദാശാനി വേലായുധൻ, അമ്മു മസ്ത്രീൻ, അമ്മു സ്വാമിനാഥൻ,
ആനി ആനി മസ്കറിൻ. ഓക്കെ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അതേപോലെ തന്നെ ആനി മസ്കറിൻ ട്ടോ. 3 മലയാളി വനിതകൾ. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാ? അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ട്ടോ. ഓക്കെ. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ഭരണഘടന, ഇത് ഒരു പ്രിലിംസിന് ചോദിച്ചതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. ട്രൂ അല്ലേ? ട്രൂ ഓർ ഫോൾസ്? ശരിയാണ്. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് നിലവിൽ വന്നത്. അടുത്തത്, 3 മലയാളി വനിതകൾ പങ്കെടുത്തു. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 3 മലയാളി വനിതകൾ പങ്കെടുത്തു. ശരിയാണ്. ശരി. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. തെറ്റാണ്. ബാക്കിയുള്ളവർ പറയൂ ആൻസർ. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് പറ. അംബേദ്കർ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. ശരിയാണ്. സംശയം ഉണ്ടോ നിങ്ങക്ക്? KM മുൻഷി കേട്ടാ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ഈ അംഗങ്ങളുടെ പേരൊക്കെ എന്തായാലും പഠിക്കണം കേട്ടോ. എങ്ങനെയെങ്കിലും പഠിക്കുക, കോഡ് ഇട്ടൊക്കെ പഠിക്കുക കേട്ടോ. അപ്പൊ ഇനി കുറച്ചും കൂടി എടുക്കാനുണ്ട്. ഞാൻ നോട്ട് അയക്കുമ്പോ ചിലപ്പോ കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ പഠിപ്പിച്ച അത്രയും കുറച്ചും കൂടി ഉണ്ട്, കട എടുത്തതൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ നോട്ട് അയക്കുമ്പോ ഒരുമിച്ച് അയക്കാം. അത് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു.